റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം പ്രവർത്തിക്കുന്ന തൃശൂർ സ്വദേശികളായ മലയാളി യുവാക്കളുടെ മടങ്ങിവരവ് പ്രതിസന്ധിയിൽ. യുവാക്കളെ മോചിപ്പിക്കുന്നതിന് ഇന്ത്യൻ എംബസി വഴി നൽകിയ ഉത്തരവ് കമാൻഡർ മടക്കി അയച്ചെന്ന് ബന്ധുക്കൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അതിനിടെ യുദ്ധഭൂമിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കാൻ നിർദ്ദേശം ലഭിച്ചതായി യുവാക്കൾ കുടുംബത്തെ അറിയിച്ചു. പോവാൻ വേണ്ടി റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബാഗൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കാണ്. തോക്കും ഗ്രനേഡും എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തീരുമാനമാകും എന്നുള്ള കാര്യം 95% ഉറപ്പായിട്ടാണ് അവിടെയുള്ളവന്മാര് പറയണത്. ക്യാമ്പിലുള്ള 8 പേരിൽ 4 പേർ യുദ്ധമുഖത്തേക്ക് ചെന്നു. ജയിനും ബിനിലും ഉൾപ്പെടെ ബാക്കി 4 പേർ ഏത് നിമിഷം വേണമെങ്കിലും അവിടേക്ക് ചെല്ലാം. അതിന് സജ്ജരായി നിൽക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം നൽകിയെന്നാണ് ഇരുവരും കുടുംബത്തെ അറിയിച്ചത്. എന്നിട്ടും ഇരുവരെയും എന്ന് തിരികെ എത്തിക്കാനാവും എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇന്ത്യൻ എംബസി വഴി ഇരുവരെയും റിലീസ് ചെയ്യാനുള്ള ഉത്തരവ് കമാൻഡർക്ക് നൽകിയെങ്കിലും ഓർഡർ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. എംബസി പറയുന്നത് അവരുടെ ഈ കമാൻഡർ സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ്, അവർ സഹകരിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ നാട്ടിലേക്ക് വന്ന ആൾക്കാർ കമാൻഡർമാർ സഹകരിച്ച് അവർ പേപ്പർ കിട്ടിയ വഴി മടക്കി വിട്ടു. ഇവരെ മടക്കി വിടാൻ കൂട്ടാക്കുന്നില്ല. നമ്മുടെ പേപ്പർ 2 വട്ടം മടക്കി വിട്ടു. നിലവിൽ ഇരുവരുമുള്ളത് റഷ്യൻ അധിനിവേശ ഉക്രൈനിലാണ്. ഉക്രൈൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സൈനിക സംഘത്തിനൊപ്പമാണ് ഇരുവരും എന്നുള്ളത് കുടുംബത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇനി അവിടെ വേറെ ആരും ഇല്ലെന്നാ പറയണത്, പോവാൻ അറിയില്ല ഇനി എന്താവുന്ന്. അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക, ഞങ്ങളിങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്തെങ്കിലും വഴി കാണിക്കുമെന്ന് പറയുന്നുണ്ട്. ഏപ്രിൽ 4-നാണ് ഇരുവരും വിസിറ്റിംഗ് വിസയിൽ റഷ്യയിലേക്ക് പോയത്. ജോലി തേടിയെത്തിയ യുവാക്കളെ റഷ്യയിലെ ഏജന്റ് കബളിപ്പിച്ച് സൈന്യത്തിൽ ചേർക്കുകയായിരുന്നു. ഇവർക്കൊപ്പം റഷ്യയിലുണ്ടായിരുന്ന ആളാണ് ഉക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ ആമ്പല്ലൂർ കല്ലൂർ സ്വദേശി സന്ദീപ്. സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 3 മലയാളികൾ നേരത്തെ തിരിച്ചെത്തിയിരുന്നു. മീഡിയ 1 തൃശൂർ.